നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. എന്തെങ്കിലും വീഴ്ചക്കാരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ചയൊന്നും പറയാനായിട്ടില്ല. വീഴ്ചയൊന്നും അവര് പറയുന്നത് KPCC ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഭാരവാഹികൾക്ക് പരിഗണന നൽകണം, അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് എല്ലാം കൂടി പരിശോധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിച്ചു. ഈ കാര്യങ്ങൾ ദീപ്തിയെ ബോധ്യപ്പെട്ടില്ല. മാത്രമല്ല അത് കോർ കമ്മിറ്റി ചേർന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ അതൊക്കെ പരിശോധിക്കും. ദീപ്തിയുടെ ആക്ഷേപങ്ങൾ പരിശോധിക്കുന്നതിന് എന്താ കുഴപ്പമില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അതാ ഞാൻ പറഞ്ഞേ, 5 സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് അതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യാതെ. ഇപ്പോഴാണ് തൃശ്ശൂരിലുള്ളത് ഡോക്ടർ നിതിൻ ജസ്കി ഇന്നാ തീരുമാനിച്ചത്. തൃശ്ശൂരിൽ മറ്റൊരു കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. 4-5 തീയതികളിൽ വയനാട് ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വ കോൺക്ലേവ് ചേരുകയാണ്. അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടേതായ തീരുമാനങ്ങൾ വരും. UDFൻ്റെ ഒരു യോഗം കഴിഞ്ഞു. UDFൽ അത് ചർച്ച ചെയ്ത് പ്രവർത്തന പരിപാടികളുമായിട്ട് വരും. മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ച് ഇപ്പം MPമാരായിരിക്കുന്ന ആളുകളൊക്കെ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കോൺഗ്രസ് പരിഗണിക്കട്ടെ. ഹൈക്കമാൻഡല്ലേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. അല്ല, അങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം എടുക്കും. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനത്തിന് നോക്കും. ഞാനൊന്നും അതിൻ്റെ അകത്ത് ഒരു തീരുമാനത്തിൻ്റെ ആളല്ല. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. എല്ലാ പ്രാവശ്യവും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വലിയ തർക്കത്തിലാകും. ഒരു തർക്കമില്ല. ഒരു ജനാധിപത്യ പാർട്ടിക്കകത്ത് ഒന്നിലേറെ പേര് വരും. അവസാനം ഒരു തീരുമാനം വന്നാൽ എല്ലാവരും അംഗീകരിക്കും, വോട്ടർമാരും അംഗീകരിക്കും. അതിലിപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കണ്ടേ, ഇത്രയേറെ ബൃഹത്തായ പഞ്ചായത്ത് ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ പാർട്ടിക്ക് ഒറ്റക്കെട്ടായി നേരിട്ട് വിജയിക്കാമെങ്കിൽ അസംബ്ലി ഇലക്ഷൻ അതിനേക്കാൾ ഈസിയാണ്. 140 സ്ഥലമല്ലേ ഉള്ളൂ. ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കി.